ഹലോ, എല്ലാവർക്കും എൻ്റെ നമസ്കാരം. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നല്ലോ, എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. നമ്മുടെ മെഡിറ്റേഷനൊക്കെ എല്ലാവരും ചെയ്യുന്നുണ്ടോ? മെഡിറ്റേഷനും ചെയ്യണം, ഗ്രാറ്റിറ്റ്യൂഡും വേണം. അപ്പം നമ്മുടെ ഇന്നത്തെ വിഷയം എന്താണെന്ന് വെച്ചാൽ, ഈ മാതാപിതാക്കന്മാർ എപ്പോഴാണ് അവരുടെ ജീവിതത്തിൽ ഏറ്റവും കൂടുതൽ തളർന്നു പോകുന്നത്? എപ്പോഴാണ്? തങ്ങൾ വളർത്തി വലുതാക്കിയ തങ്ങളുടെ മക്കൾ അവരെ തറുതല പറയുമ്പോഴാണ് ഏറ്റവും കൂടുതൽ മാതാപിതാക്കന്മാരെ തകർന്നു പോകുന്നത്. മറ്റെന്തും അവർ സഹിക്കും. അതവർക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വേദനയാണ്. എപ്പോഴാണ് മക്കൾ തറുതല പറഞ്ഞു തുടങ്ങുന്നത്? ഞാൻ പറയാം. ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചു, വീട്ടുകാരി മറ്റവരെയെല്ലാം ഉപേക്ഷിച്ച് ആ കുട്ടി മറ്റൊരു വീട്ടിൽ വന്നു. അവിടെ താങ്ങായിട്ടും തണലായിട്ടും അവൾക്ക് അവളുടെ ഭർത്താവ് മാത്രമേ ഉള്ളൂ. പക്ഷെങ്കിൽ കല്യാണത്തിന് മുന്നേ തന്നെ അവൻ്റെ വീട്ടുകാർ അവനോട് പറയും, ഒരു കല്യാണമൊക്കെ കഴിച്ച് വന്നു കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ഞങ്ങളെ ആരെയും വേണ്ട, നിനക്ക് പിന്നെ വരുന്ന പെണ്ണ് മതി. അപ്പോൾ അവൻ്റെ മനസ്സിൽ അങ്ങനല്ല, എനിക്ക് നിങ്ങൾ കഴിഞ്ഞിട്ടേ ഉള്ളൂ അവളെ. അത് ചില പുരുഷന്മാർ അങ്ങനല്ല, തന്നെ കെട്ടിക്കൊണ്ട് വന്ന പെണ്ണിനെ സംരക്ഷിക്കണം, പിന്നെ അവൾക്ക് ഞാൻ മാത്രമേ ഉള്ളൂ, എല്ലാവരെയും കളഞ്ഞിട്ടൊക്കെ വരുന്നതാണ്. അങ്ങനൊരു പരിഗണന കൊടുക്കും. ചില ഭർത്താക്കന്മാർ അങ്ങനെ കൊടുക്കത്തില്ല. അപ്പോൾ അവൾ എല്ലാ ത്യാഗങ്ങളും സഹിച്ച് തനിക്കൊരു കുഞ്ഞുണ്ടാകുമ്പോൾ അതിനെ നോക്കി സന്തോഷത്തോടെ വളർത്തി, അവൻ്റെ കണ്ണിൽ നോക്കിയ അവൻ്റെ ചിരികളും ഒക്കെ കണ്ട് ഇങ്ങനെ ജീവിതം തള്ളി നീക്കും. അത് കഴിഞ്ഞ് അടുത്തൊരു കുഞ്ഞുണ്ടായി. ഈ രണ്ടു മക്കളെ അവർ ഭാര്യയും ഭർത്താവും കൂടെ അവരുടെ എല്ലാ സ്വപ്നങ്ങളും മാറ്റിവെച്ച് ഈ മക്കൾക്ക് വേണ്ടിയിട്ടാണ് അവർ രണ്ടുപേരും ജീവിക്കുന്നത്. ഒരു 10ാം ക്ലാസ് പഠിക്കുന്നിടം വരെയൊക്കെ നമ്മൾ അച്ഛനും അമ്മയും പറയുന്നതൊക്കെ കേട്ട് നമ്മുടെ മക്കൾ വളരും. നല്ല കുഞ്ഞുങ്ങളായിട്ട് തന്നെ അമ്മയും അച്ഛനും ഇല്ലാതെ അവർക്കൊരു ജീവിതമില്ല, അങ്ങനെ ആകും. പക്ഷെങ്കിൽ ഇപ്പോൾ കണ്ടുവരുന്നൊരു പ്രവണത, ഒരു +1 ഒക്കെ ആയി കഴിയുമ്പോൾ അവരുടെ സ്വഭാവം പാടെയെന്ന് മാറുകയാണ്. പ്രത്യേകിച്ച് കൊറോണ ടൈമൊക്കെ ആയപ്പോഴത്തേക്കിന് എല്ലാ വീട്ടിലും, ഒട്ടുമിക്ക വീടുകളിലും പിള്ളേർ ഗെയിം കളിച്ച് അവരുടെ ജീവിതം ഒരു വഴിത്തിരിവാക്കിയിട്ടുണ്ട്. അത് പഠനത്തെയും ബാധിച്ചു, അവരുടെ സ്വഭാവത്തെയും ബാധിച്ചു. അത് കാരണത്താൽ എത്രയോ വീടുകളിലെ അമ്മമാരും അച്ഛന്മാരും വിഷമിക്കുന്നുണ്ട്. നിങ്ങളുടെ വീടുകളിൽ ആരുടെയെങ്കിലും വീട്ടിലുണ്ടോ ഇങ്ങനെ? അത് നമ്മൾ ഉള്ളവരായിരിക്കത്തില്ല, എല്ലാവരും കടം വാങ്ങിച്ചും പണയപ്പെടുത്തിയും ഒക്കെയാണ് മക്കളെ പഠിക്കാൻ വിടുന്നത്. അപ്പോൾ 20 വയസ്സൊക്കെ ആയി കഴിയുമ്പോൾ അവർ പറയുന്ന ഒരു ഭാഷയാണ്, ഞങ്ങൾക്ക് 20 വയസ്സായി, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, ഞങ്ങളെ ആരും ഭരിക്കാൻ വരണ്ട. അത് കേൾക്കുമ്പോൾ അച്ഛനും അമ്മയും തളർന്നു പോകും. കാരണം അവർ ഉണ്ണാതെയും ഉടുക്കാതെയും ഒരുപാട് കഷ്ടപ്പെട്ട് കൂലിപ്പണിയെടുത്തിട്ടുള്ളവരങ്ങനെ, അല്ലാതെ പ്രവാസികളായിട്ടുള്ളവരങ്ങനെ പ്രവാസ ലോകത്ത് പോയി അവരുടെയൊക്കെ അന്നം എന്ത് വൈകുന്നേരം എന്തെങ്കിലും ഒരു ഇച്ചിരി ഒരു കൂട്ടാനും കൂട്ടിയൊക്കെ കഴിച്ച് അവർ കഷ്ടപ്പെട്ട് നാട്ടിലോട്ട് അയച്ചു തന്ന് പിള്ളേരെയെല്ലാം പഠിപ്പിച്ച്, പിള്ളേരൊരു നിലയിലാകുമല്ലോ എന്ന് വിചാരിച്ചല്ലേ അവർ പഠിപ്പിച്ച് 20 വയസ്സായി കഴിയുമ്പോൾ നമ്മുടെ മക്കൾ പറയുന്നതാണ്, ഞങ്ങൾക്ക് പ്രായമായി, ഞങ്ങളുടെ കാര്യം നോക്കാൻ ഞങ്ങൾക്കറിയാം, നിങ്ങളാരും ഇതിനകത്ത് ഇടപെടണ്ട. അത് കേൾക്കുമ്പോഴാണ് നമ്മൾ തകർന്നു പോകുന്നത്. അത് മിക്ക വീടുകളിലും ഉള്ള ഒരു ഇതാണ്. അപ്പം ചില വീടുകളിൽ അച്ഛന്മാർ പറയും, എടി നീ പഠിപ്പിച്ചതിൻ്റെ ഗുണമാണ് നിൻ്റെ മക്കൾ കാണിക്കുന്നത്. മക്കൾ എന്തെങ്കിലും നല്ല കാര്യങ്ങൾ ചെയ്താൽ അത് അച്ഛൻ്റെ ഗുണം, മക്കൾ ദോഷമായിട്ട് ചെയ്താൽ അത് അമ്മയുടെ ഗുണം. ഈ മക്കളുടെയും ഈ അച്ഛൻ്റെയും ഇടയ്ക്ക് കിടന്ന് വലയുന്നത് ആരാണ്? ഈ സ്ത്രീ. അതിനുശേഷം കുറേ കഴിഞ്ഞ് നമ്മുടെ മക്കളൊന്നും മറ്റൊരു സ്വഭാവമാകും. നമ്മൾ
നമ്മുടെ കാര്യമൊന്നും നോക്കാതെ നമുക്ക് ശരിക്കും ഫുഡ് പോലും നമ്മൾ നല്ല സാധനങ്ങളൊന്നും നമ്മൾ കഴിക്കത്തില്ല. എല്ലാം നമ്മുടെ മക്കൾക്ക് വേണ്ടിയാണ് നീക്കി വെക്കുന്നത്. അവർ അല്ലലറിയാതെ കഷ്ടപ്പാടറിയാതെ എങ്ങനെയെങ്കിലുമൊക്കെ അവർക്ക് നല്ല വിദ്യാഭ്യാസം നൽകണം, അവർക്ക് നല്ല വസ്ത്രം കൊടുക്കണം, അവർക്ക് നല്ല സ്കൂൾ കൊടുക്കണം, എന്തെല്ലാം ആഗ്രഹത്തോടു കൂടിയാണ് നമ്മൾ ഈ മക്കളെ പഠിപ്പിക്കുന്നത്. പക്ഷേങ്കിൽ 20 വയസ്സ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന്, 20 17 18 വയസ്സൊക്കെ കഴിയുമ്പോഴത്തേക്കിന് അവരുടെ സ്വഭാവം മാറും. അങ്ങനെ മാതാപിതാക്കൾ ഭയങ്കര വിഷമത്തിലായി ഈ കാലഘട്ടത്തിൽ കൂടി കഴിഞ്ഞു പോകുന്നത്. അപ്പോൾ ഇതാരും പുറത്ത് പറയത്തില്ല. എന്തുകൊണ്ടാണെന്നറിയാമോ? നമ്മൾ വലിയ കാര്യമായിട്ട് മക്കളെ പഠിപ്പിച്ചു, പുറത്ത് ഇവർ പറഞ്ഞു എന്നറിയുമ്പം നാട്ടുകാർ പരിഹസിക്കും. അവൾ വലിയ കാര്യമായിട്ടല്ലേ, അവനെ വലിയ കാര്യമായിട്ട് അവൻ്റെ മക്കളെ വളർത്തിയതേണ്ട കിടക്കുന്നു. പക്ഷെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ അവരുടെ വീട്ടിലെ സ്ഥിതി അത് തന്നെയാണ്. അപ്പോഴാണ് അവർക്ക് മനസ്സിലാവുന്നത് മക്കളുടെ പ്രായത്തിൽ ഈ ഒരു സ്വഭാവം എല്ലാ വീട്ടിലും എല്ലാ മക്കൾക്കും ഉണ്ടെന്നുള്ളത് അന്നേരമാണ് അവർക്ക് മനസ്സിലാവുന്നത്. അവർക്ക് വരുമ്പോഴല്ലേ മനസ്സിലാവത്തുള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, ഇത്രയെല്ലാം കഷ്ടപ്പാടുകൾ സഹിച്ച് നമ്മളെ മക്കൾ വളർത്തി പഠിപ്പിച്ചു, അവർക്കൊരു ജോലി കിട്ടി, അവർ നോക്കുമെന്ന് എന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇന്നത്തെ കാലത്ത് ഉറപ്പില്ല. കാരണം മിക്ക മക്കളെയും പഠിപ്പിച്ചിട്ട് എല്ലാവരും ഇവിടെ വിദേശങ്ങളിലേക്കൊക്കെ അങ്ങ് വിടും പഠിക്കാനും ജോലിക്കായിട്ടും. അവരൊക്കെ എന്തുവാ UK-ലും അവിടെ ഇവിടെയൊക്കെ പോയി അവരവിടെ ജോലിയായി, അവിടെ ഒരു കല്യാണം കഴിച്ച് സെറ്റിൽഡായി, നാട്ടിൽ അച്ഛനും അമ്മയും മാത്രമായി. അവരെ നോക്കാൻ ആളില്ല. പണമുള്ളവരാണെങ്കിൽ പിന്നെ അതിൽ ഹോം നേഴ്സിനെയൊക്കെ നിർത്തും. അല്ലെങ്കിൽ ഒരു മരിച്ചാൽ പോലും ആരും വരത്തില്ല. അപ്പോൾ ഈ മക്കൾ, അച്ഛനും അമ്മയൊക്കെ മക്കളിങ്ങനെ എതിർത്ത് സംസാരിച്ച് കഴിയുമ്പോൾ മിക്ക അച്ഛനും അമ്മമാർക്കും താങ്ങാൻ പറ്റത്തില്ല. ചില മക്കൾ മയക്കുമരുന്നിനടിമയായിട്ടും അങ്ങനെയൊക്കെ പോയി കഴിയുമ്പോൾ ഇവർക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ആത്മഹത്യയുടെ വക്കിലെത്തുന്നു. ശരിയല്ലേ? അപ്പം ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മളിത് നേരത്തെ എല്ലാം മുന്നിൽ കാണണം. ഇങ്ങനെയൊക്കെ സംഭവിക്കും. അച്ഛൻ പ്രായമായുള്ളവരെയൊക്കെ അനാഥാലയത്തിലൊക്കെ തള്ളിവിടുന്നത് ഇങ്ങനെയാണ്. ആരും നോക്കാനില്ല, അത് മക്കൾ നോക്കത്തില്ല, പണമില്ലെങ്കിൽ ബന്ധുക്കൾ നോക്കത്തില്ല. ഞാൻ രാവിലെ ഷോർട്സ് ഇട്ടായിരുന്നല്ലോ, അത് കണ്ടു കാണും. അപ്പോൾ അങ്ങനെ ആ ഒരവസ്ഥ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്, നമ്മൾ മെഡിറ്റേഷനും ചെയ്ത് നമ്മൾ ഗ്രാറ്റിറ്റ്യൂഡും ഒക്കെ പറഞ്ഞ് നമ്മൾ മുന്നേ കൂട്ടി ഇതൊക്കെ ചെയ്യണം. അപ്പം നമുക്ക് എന്ത് പ്രതിബന്ധങ്ങളുണ്ടായാലും അതിനെ തരണം ചെയ്യാനുള്ള ഒരു കരുത്ത് നമുക്ക് ഈശ്വരൻ തരും. നന്ദി പറയുന്നത് കൂടി, നമ്മൾ ഒരാൾ വീട്ടിൽ നന്ദി പറഞ്ഞു തുടങ്ങിയാൽ നമ്മുടെ വീട്ടിലുള്ളവരും രക്ഷപ്പെടും. ഒരുപാട് ഗുണങ്ങളുണ്ട് നമ്മുടെ ഈ മെഡിറ്റേഷൻ ചെയ്യുന്ന വഴി. അപ്പം ഒരു കാര്യമാണ് ഞാൻ ഈ പറയുന്നത്. ഇനി ഓരോ വീഡിയോയിൽ കൂടി ഞാൻ ഓരോ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞത്. അപ്പം നമുക്ക് നല്ല കരുത്ത് കിട്ടാൻ, മനസ്സിന് നല്ല കരുത്ത്, നല്ല ആരോഗ്യം കിട്ടാൻ, എന്ത് പ്രതിസന്ധികൾ വന്നാലും അതിനെ തരണം ചെയ്യാനുള്ളൊരു കരുത്ത് നമുക്ക് കിട്ടും. അപ്പം നമ്മുടെ മക്കൾ നമ്മളോട് മുന്നോട്ട്, അപ്പോൾ അവർ ചോദിക്കുന്നതാണ് വളർന്നു വരുമ്പം, അല്ലെ നിനക്ക് ജോലി വേണ്ട, നീ ഇങ്ങനെ ഇരുന്നാൽ മതി ഒക്കെ ചോദിക്കുമ്പോൾ അവർ പറയുന്ന അച്ഛൻ എന്തോ ഉണ്ടാക്കി, അല്ലെ അമ്മ എന്തോ ഉണ്ടാക്കി എന്ന് ചോദിക്കും. ആ ഒരു ചോദ്യമൊക്കെ ചോദിക്കുമ്പോൾ സ്വാഭാവികമായിട്ടും അച്ഛനമ്മമാർ തകർന്നു പോകും. അപ്പോൾ ഇതൊന്നും ഉണ്ടാകാതിരിക്കാൻ മുന്നേക്കൂട്ടി നമ്മളിതെല്ലാം കാണാം. എത്ര നല്ല മക്കളാണെന്ന് പറഞ്ഞാലും പ്രായമായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെങ്ങനെയാണെന്ന് നമുക്കറിഞ്ഞുകൂടാ. അപ്പം മുന്നേ കൂട്ടി ഇത് കണ്ടതിന് ശേഷം നമ്മുടെ മനസ്സിന് കരുത്തേകാനും ധൈര്യം ഉണ്ടാകാനും ഈശ്വരൻ്റെ അനുഗ്രഹം ഉണ്ടാകാനും ഒക്കെയായിട്ട് മെഡിറ്റേഷൻ എല്ലാ ദിവസവും ചെയ്യണം. എല്ലാ ദിവസവും രാവിലെ എണീച്ച് 1 മണിക്കൂർ മെഡിറ്റേഷനും ചെയ്ത് നമ്മുടെ എന്ത് കാര്യത്തിനും, എന്ത് കിട്ടിയാലും എന്ത് കാര്യത്തിനും, അത് ഞാൻ ഓരോ വീഡിയോയിൽ പറയും. എന്ത് കാര്യത്തിനൊക്കെയാണ് നന്ദി പറയുന്നത്, എങ്ങനെ പറയണം എന്നൊക്കെ ഞാൻ ഓരോ വീഡിയോയിൽ കൂടെ പറയാം. അപ്പം ഇതൊക്കെയാണ് എനിക്ക് പറയാനുള്ളത്. ഈ വേദനിപ്പിക്കുന്ന മക്കളോട് കൂടെ പറയാനുണ്ട്. മക്കളെന്ന് കരുതി അവരുടെ ജീവിതം മൊത്തം ഒഴിഞ്ഞു വെച്ചു അവരുടെ ജീവിതം അവർ ഒരു സന്തോഷവും അനുഭവിച്ച് കാണത്തില്ല. എല്ലാം മക്കൾക്ക് നമ്മൾ ജീവിച്ച് ഏറ്റവും പ്രായമായി കഴിയുമ്പോൾ മക്കൾ നോക്കാതെ വരുന്ന ഒരവസ്ഥ വരുമ്പോൾ അവർ തകർന്നു പോകും. ദയവ് ചെയ്ത് എൻ്റെ മക്കളെ, ഏത് മക്കളായാലും, ഇത് കാണുന്ന വീഡിയോ കാണുന്ന ഏത് മക്കളായാലും ഒരിക്കലും അവരുടെ അച്ഛനമ്മമാരെ വിഷമിപ്പിക്കരുത്. കാരണം അവർ ഉണ്ണാതെയും ഉറങ്ങാതെയും കാവലിരുന്ന് നമ്മളെ ഇത്രയും വളർത്തി വലുതാക്കി ഒരു നല്ലൊരു ഭാവി ലക്ഷ്യമാക്കിക്കൊണ്ട് പഠിപ്പിക്കുന്നതാണ്. അവരെ ഒരു കാലത്തും വിഷമിപ്പിക്കരുത്. അതാണ് എനിക്ക് പറയാനുള്ളത്. ഓക്കെ, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായോ? 10 പേരെ കണ്ടുള്ളെങ്കിലും ഒന്ന് ഷെയർ ചെയ്ത് എല്ലാവർക്കും കൊടുക്കണം. ചെറിയ ചെറിയ ഓരോ മെസ്സേജുകളും ഓരോ ദിവസങ്ങളിലും തരുന്നതാണ്.
ഇനി പിന്നെ ഒരു കാര്യം കൂടെ, എനിക്ക് വീഡിയോ എഡിറ്റ് ചെയ്തൊന്നും ഇടാൻ അറിയത്തില്ല. ഞാൻ കമ്പ്യൂട്ടറൊക്കെ പഠിച്ചതാണ്, അത് വർഷങ്ങളായി, 1996 മറ്റുമാണ്. മോനായിരുന്നു ചെയ്തു വരുന്നത്. അവൻ്റെ വർക്ക് ചെയ്യേണ്ടതുകൊണ്ട് അതിനിടയ്ക്ക് ബുദ്ധിമുട്ടായതുകൊണ്ട് ഞാൻ എഡിറ്റൊന്നും ചെയ്യുന്നില്ല. ഞാൻ സാധാരണ നമ്മുടെ വീട്ടിൽ നിന്ന് ചെയ്യുന്നത് പോലെ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് എല്ലാവരും മനസ്സിലാക്കണം. അല്ല നമുക്ക് വലിയ ഡ്രോയിങ്ങും കൊടുത്ത് ഒന്നും ചെയ്യാനൊന്നുമില്ല. നമ്മൾ സാധാരണ ഒരു വീട്ടമ്മയല്ലേ, ഞാൻ അങ്ങനെ ചെയ്യത്തുള്ളൂ. അപ്പോൾ എൻ്റെ ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ജഗദീശനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.